ഏകാധിപതിയായിരുന്ന ഒമർ അൽ ബഷീറിനെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭത്തിൽ അദ്ദേഹത്തെ പുറത്താക്കിയതോടെ അധികാരം പിടിച്ചെടുത്തത് രണ്ട് ശക്തരായ സൈനിക നേതാക്കളായിരുന്നു. ഒന്ന്, സുഡാൻ ഔദ്യോഗിക സൈന്യമായ സുഡാൻ ആംഡ് ഫോഴ്സിൻ്റെ സാഫ് തലവൻ ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാൻ. രണ്ട്, രാജ്യത്തെ ഏറ്റവും ശക്തമായ പാരാമിലിറ്ററി ഗ്രൂപ്പായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിൻ്റെ RSF തലവൻ ജനറൽ മുഹമ്മദ് ഹംദാൻ ദഗാലോ. സുഹൃത്തുക്കളായി തുടങ്ങിയ ഈ യാത്ര അധികാരം പങ്കുവെക്കുന്നതിലുള്ള തർക്കത്തിൽ ഒരു രക്തക്കളമായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. അങ്ങനെ വർഷം 2023 ഏപ്രിൽ മാസം സുഡാനിൻ്റെ ചരിത്രത്തിൽ കറുപ്പ് നിറം പൂശിയ ആ മാസം. RSFനെ സാഫിൽ ലയിപ്പിക്കാനുള്ള സർക്കാർ നീക്കമാണ് തർക്കങ്ങളുടെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചത്. ലയനം. ആരാണ് സുഡാനെ നയിക്കേണ്ടത്? രാജ്യത്തിൻ്റെ സമ്പത്തിൽ ആർക്കാണ് അധികാരം? തുടങ്ങിയ ചോദ്യങ്ങൾ. ഏപ്രിൽ 15, 2023 സുഡാൻ്റെ തലസ്ഥാനമായ ഖാർത്തൂം യുദ്ധക്കളമായി മാറി.